ഊട്ടി നയനമനോഹരങ്ങളായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് ലോകസഞ്ചാരികൾ തന്നെ പറയുന്നു. പുഷ്പമൈതാനങ്ങളും പുഷ്പവൽക്കരിക്കപ്പെട്ട പൂന്തോട്ടങ്ങളും ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഊട്ടി. ഞാൻ കൊടൈക്കനാലും പോയിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയത് കൊടൈക്കനാലാണ്. പക്ഷേ സഞ്ചാരികൾക്ക് പേരിൽ ആദ്യം വരുന്ന ഊട്ടിയാണ്. ലേക്കിലൊക്കെ ഇപ്പോൾ നിലവിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ടവറുകളുള്ള നിർമ്മാണങ്ങളും മറുവശത്ത് കുട്ടികൾ കളിക്കാനുള്ള പാർക്കുകൾ. ഒരു വലിയ തിരക്കൊന്നുമില്ല. എങ്കിലും തിരക്ക് കൂടിയത് കാരണം ഓൺലൈൻ വഴി യാത്രക്കാരെ കടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഒരു വലിയ തിരക്കുകളൊന്നും കാണാൻ കഴിയും. വയോരങ്ങളിലൊക്കെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് കുട്ടികൾ പാഞ്ഞു കിടക്കുന്നു. തണുപ്പ് തീരെയില്ല. ഫോട്ടോഗ്രാഫി ഒക്കെയായി ജനങ്ങൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് കാണാൻ രസം തന്നെയാണ്. ഗാർഡനാണ് പിന്നെയും ഭംഗി. ഗാർഡനിലേക്ക് കടന്നു പോയാൽ സഞ്ചാരികൾ കൗതുകത്തോടെ പൂക്കളെ നോക്കുന്നതും തൊട്ട് തലോടുന്നതുമൊക്കെ കാണാം. കടന്നു ചെല്ലുന്ന കൗണ്ടറിൻ്റെ ഭാഗത്ത് തന്നെ പുഷ്പങ്ങളെ പരിലാളിക്കുന്ന ഒരു ടവർ ചെറിയ, അതിന് കീഴിൽ ജോലിക്കാർ ജോലി ചെയ്യുന്നു. അവിടെ നിന്ന് നിരവധി പേർ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാം. മൈതാനങ്ങളിൽ വിശ്രമിക്കുകയും സല്ലപിക്കുകയും ചെയ്യുന്ന സഞ്ചാരികളാണ് ഏറെയും ഈ സമയത്ത്. ഉള്ളിലൊരു ഗാലറി കാണാം. പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞൊരു ഗാലറി. അത് കൗതുകമുണർത്തുന്നതാണ്. വിവിധ തരം പുഷ്പങ്ങൾ. സുഗന്ധങ്ങൾ കുറവാണ് എന്ന് പറയാം. എങ്കിലും പുഷ്പങ്ങളുടെ കണ്ണിന് കൗതുകമേകുന്ന കാഴ്ചകൾ അത് കാണേണ്ടത് തന്നെയാണ്. വിവിധ വൈവിധ്യങ്ങളായ സസ്യങ്ങളുടെ അതിൻ്റെ നിറവും അത് വിടർന്നു നിൽക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യം നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഒരു സ്വർഗലോകത്താണെന്ന് നാം നിൽക്കുന്ന തോന്നൽ ഭൂമിയിൽ ഇത്തരം കാഴ്ചകൾ കാണുമ്പോഴാണ്. സർവ്വതും മറന്ന് പൂക്കൾ നമ്മുടെ ജീവിതഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു ഭാഗമായി പോകുന്നത് വളരെ വളരെ ഭംഗിയോടുകൂടിയിട്ടുള്ള ഒരു ഗാലറി. പുറത്ത് പ്ലാറ്റ്ഫോമിൽ വിവിധതരം പഴങ്ങൾ വിവിധ ചേരുവകൾ ചേർത്ത് ചെറിയ മിതമായ നിരക്കിൽ 10 രൂപ 15 രൂപയ്ക്ക് വിൽക്കുന്നു. തൊട്ട് കുറച്ചുകൂടെ സഞ്ചരിച്ചാൽ മൂന്നാർ ഭാഗം മാതിരിയുള്ള തേയിലത്തോട്ടങ്ങളുടെ ഭാഗങ്ങൾ കാണാം. ഹലോ ഫ്രണ്ട്സ്, ഇതിലേം ചാനലിലേക്ക് സ്വാഗതം. ഊട്ടി എല്ലാവരുടെയും സ്വപ്നമാണ്. കോയമ്പത്തൂർ വഴി ഊട്ടിയിലേക്ക് വരുമ്പോൾ കോയമ്പത്തൂർ എന്ന ടൗണ് കാണേണ്ട ടൗൺ തന്നെയാണ്. തമിഴ്നാടിന്റെ ഇൻഡസ്ട്രിയൽ ഫാക്ടറികളുടെ എല്ലാം ആസ്ഥാനമാണ് കോയമ്പത്തൂർ. കോയമ്പത്തൂരിൽ ഗാന്ധിപത്ത് SBI ബാങ്കിന്റെ എതിർവശം ഗണേഷ് ലോഡ്ജ് മീഡിയം റേറ്റിൽ ഉപയോഗിക്കാവുന്നതാണ്. 1000 രൂപ ബെഡ്റൂം, ഡബിൾ റൂം കിട്ടുന്നതാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങൾ പരിമിതികളുണ്ട്. അതിൽ കൂടുതലുള്ള വേണ്ടവർക്ക് തൊട്ടപ്പുറത്ത് തന്നെ വലിയ ഹോട്ടലുകൾ നിലവിലുണ്ട്.
കോയമ്പത്തൂർ ഒന്ന് കാണേണ്ട ടൗൺ തന്നെയാണെന്ന് പറയാൻ കാരണം വലിയവർ മുതൽ ചെറിയവർ വരെ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ടൗണാണ് കോയമ്പത്തൂർ. മുമ്പ് കോയമ്പത്തൂർ ടൗണ് വൃത്തിഹീനമായിരുന്ന അന്തരീക്ഷത്തിലായിരുന്നു. ഇന്ന് വളരെ വളരെ മെച്ചപ്പെട്ടു. മുമ്പ് എന്ന് പറഞ്ഞാൽ 20 വർഷം മുമ്പ് കോയമ്പത്തൂർ വളരെ വളരെ വൃത്തിഹീനമായ ടൗണായിരുന്നു. ഇന്ന് അവർ വളരെ മെച്ചപ്പെട്ട് തമിഴ്നാട് ഒക്കെ വൃത്തിയായി ഇന്ന് ഒരു കടകളാണെങ്കിലും എന്താണെങ്കിലും യൂറോപ്യൻ സ്റ്റൈലിലേക്ക് കയറി വരികയാണ്. അതുകൊണ്ട് ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം കോയമ്പത്തൂർ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് 88 കിലോമീറ്റർ പോകുമ്പോൾ ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. ഇതെന്താ പൊന്നല്ല, ഇത് കൊയ്ന്നല്ല പറയുന്നത്. No, 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 picture. Ayo, no. அதுக்கப்புறம் அதை பற்றி பேசணும் மேம்.